ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ, എല്ലാവർക്കും എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്, കണ്ടല്ലേ? ഇവിടെ നിങ്ങൾ എന്തോ തുടങ്ങാൻ പോകുന്നുണ്ട്, എന്തോ തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വരുന്ന കാര്യമാണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. സോറി, ഇത് കണ്ടില്ലേ? ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു വൃക്ഷം നടുകയാവാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വൃക്ഷത്തിലേക്ക് അത് പൂത്തുലയുന്നു, ആ പൂക്കളിലേക്ക് പക്ഷികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ദൈവികമായ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തുടങ്ങി വയ്ക്കുന്ന കാര്യം നിങ്ങൾക്കൊരു സക്സസിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നു ചേരാം. ഇനി അതുമല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളിലേക്ക് അത് സന്തോഷത്തിനുള്ള വക നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നമുക്ക് ഓരോ കാർഡ്സിനും ഓരോരോ മീനിങ് ആണ്. മനസ്സിലായോ? എല്ലാം റിഡറേറ്റിന്റെ കാർഡ്സ് ആണ്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ പഠിക്കാനായിട്ട് നമുക്ക് ടാരോ കാർഡ്സ് പഠിക്കാനായിട്ട് നമുക്ക് പറയുന്നത്. അതിലുള്ള മീനിങ് ആയിരിക്കത്തില്ല വേറെ ചില കാർഡ്സിൽ. അത് നമ്മുടെ ഇൻഡ്യൂഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു കാർഡിലെ അർത്ഥമായിരിക്കില്ല മറ്റൊരു കാർഡിൽ വരുന്നത്. മനസ്സിലായോ? അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എംപറർ എന്ന് പറയുന്ന കാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ജീവിതത്തിലെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു കാര്യം, ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ജോലിക്ക് കയറി കാണും. പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് എന്തോ ആവേശം തരുന്ന, അതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സാലറി ലഭിക്കുന്ന എനർജി ആവാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതുമാകാം. മനസ്സിലായോ? ആ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജോലിയിലേക്കായിരിക്കാം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റും. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അതാണല്ലോ നമുക്കിവിടെ എംപററുടെ പദവി കൊണ്ട് വരുന്നത്. അതേ ഒരു മീനിങ് ആണ്. കാരണം സ്റ്റെബിലിറ്റി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ആണ് നമ്പർ, സ്റ്റെബിലിറ്റി ആണ്, രാഹുവിന്റെ ഇൻഫ്ലുവൻസ്. മനസ്സിലായി? നവഗ്രഹങ്ങളിൽ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിവിടെ നമുക്ക് സണ്ണിന്റെ എനർജിയാണ്. ഏസ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ എനർജിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ല ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ കൃത്യനിഷ്ഠയോടുകൂടി ചില ജീവിതചര്യകളിലേക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാൻ 2026 എനിക്ക് ഇന്ന പോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. പുതിയ ജോലിയിലേക്ക് പല കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകണം. അതുമല്ല ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇനി ഇംബാലൻസ് ആയിട്ടുള്ള ലൈഫിൽ കുറച്ചൊക്കെ ബാലൻസ് വരുത്തണം. കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ നടത്തുക, അല്ലെങ്കിൽ സാലറി ഒക്കെ കിട്ടുമ്പോൾ അതിന് പഴയതുപോലെ അല്ല, പുതിയതായിട്ട് ഒരു രൂപമാറ്റം വരുത്തണം. അതിനായിട്ട് ആ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ചെയ്തുള്ള വരവിനനുസരിച്ചുള്ള ചെലവ്
അത് പണ്ടത്തെ പോലെ ബാധ്യതകളെല്ലാം ഒഴിവാക്കണം എന്നൊക്കെ നിങ്ങളിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടാവാം. അത് പെർമനന്റ് ആയ ഒരു തീരുമാനമായിരിക്കണം, അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബിന് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. സോറി, നമുക്ക് അടുത്തായിട്ട് എന്ത് കാർഡാണ് വരുന്നത് നമുക്ക് നോക്കാവേ. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. അത് തന്നെയാണ് നിങ്ങളുടെ പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ പറ്റുന്നു. ഈ ഒരു പുതിയ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ആ കഷ്ടകാലം പിടിച്ച ആ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് 2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങളെ തന്നുപോയ വർഷമായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് ഒരുപാട് പുതിയ തുടക്കങ്ങളുടേതായ വർഷമാണ്. ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതാവാം. നിങ്ങളുടെ തീരുമാനങ്ങൾ അപ്പാടെ മാറ്റിയിട്ടുണ്ടാവാം. മനസ്സിലായോ? ഇനി അതുമല്ല എങ്കിൽ മറ്റു ചില കുഴപ്പം പിടിച്ച ചില കാര്യങ്ങളിൽ, ചില കേസുകളിൽ നിന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നോ, അതുമല്ല കർമ്മ അനുഭവിക്കുന്ന സമയമാണെങ്കിലോ ഒരുപാട് വിഷമങ്ങളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് നീങ്ങാൻ സാധിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എനർജി വരുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിന് പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കണ്ടല്ലേ, ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്, ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ഇവിടെ പുതിയ ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദഹ്റഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും കണ്ടില്ലേ, ഇവിടെ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തിനേയും നിങ്ങൾക്ക് തടുത്തു നിർത്താനുള്ള ഒരു കഴിവ്, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയുന്നു. എന്തുകൊണ്ടാണത്? അത്രമാത്രം നിങ്ങൾ ആത്മധൈര്യം സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, നേടിയിരിക്കുന്നു, പവർഫുൾ ആകുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്ക് ഇന്നർ പവർ നിങ്ങൾ വർദ്ധിച്ചിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ കൂടുതൽ പവർഫുൾ ആകാൻ സാധിച്ചിരിക്കുന്നു. എന്തുതരം ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തടുത്തു നിർത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 5 ആണ് നമ്പർ, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ദൈവികമായ എനർജി അല്ലെങ്കിൽ ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയാണിത്. അപ്പൊ ഈ ഒരു എനർജി കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്താൽ മാത്രം മതി. നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത്. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ അടുക്കി പിടിച്ചിരിക്കുകയാണ്, സാമ്പത്തികത്തിനെ അടുക്കി പിടിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ വരുമാനത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് 4 ആണ് ഈ നമ്പർ വന്നിരിക്കുന്നത്, 4 ആണ്. ഇവിടെ നമുക്ക് എംപററുടെ നമ്പർ വന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നു, സാമ്പത്തികപരമായ വരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ കൈവിട്ട് കളയാതെ സൂക്ഷിക്കുകയാണ്. ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചു, അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ വർധനവ് വരാൻ പോകുന്നുണ്ട്. അതിനെ നിങ്ങളൊന്ന് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മറ്റുള്ളവർക്ക് നിങ്ങളൊന്ന് ദാനം ചെയ്ത അല്ലെങ്കിൽ അനാവശ്യകരമായിട്ട് ചെലവഴിക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാവുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? അനാവശ്യകരമായിട്ട് സാമ്പത്തികം ചെലവാക്കി അതിൽ നമുക്കിവിടെ ബാലൻസ് ചെയ്ത് പോകണം എന്നൊക്കെ ഈ വർഷം നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഉറച്ച ചില തീരുമാനങ്ങളാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഈ ഉറച്ച തീരുമാനത്തിൽ തന്നെ വീണ്ടും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിരിക്കുന്നു. അത് അറിയാതെ കണ്ട് മറ്റ് ചെലവുകളൊക്കെ ഉണ്ടായത് കൊണ്ടാവണം, അത് നമ്മൾ നോക്കാതെയും കാണാതെയും ഒക്കെ ചെലവാക്കിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഉള്ളതിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് അനാവശ്യകരമായ ചിലവാക്കാൻ കൊടുക്കുന്നില്ല സാമ്പത്തികം. അത് നിങ്ങൾ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു ചെലവ് വരരുത്, അതുകൊണ്ട് ഉള്ളതിനെ ഞാൻ സൂക്ഷിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി, ഹെറോഫിന്റെ എനർജി ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാൻ സാധിക്കുന്നു. പല കാര്യങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ടും സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ വന്നതുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു നല്ല വിധത്തിൽ. അതാണ് ആത്മീയപരമായ ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയുമാണ് ഇത്തരത്തിലുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ 3 കാർഡ്സും മേജർ അർക്കാനയാണ്. ദ എംപറർ, ജഡ്ജ്മെന്റ്, ദ ഹെറോഫന്റ്. അപ്പൊ നിങ്ങളുടെ എനർജിയുമായിട്ട് ഇത് മാച്ചാവുന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും നല്ല എനർജീസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് നല്ല റിസൾട്ട് തരുന്നതാണെന്നാണ് കാണുന്നത്. ആർക്കെങ്കിലും ഇതൊക്കെ റെസണേറ്റ് ആവും എന്ന് കാണും. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ നല്ല എനർജി ഉണ്ടെന്ന് എനിക്കിവിടെ തോന്നുന്നു. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. പുതിയ തുടക്കം, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് സാമ്പത്തികപരമായ അഭിവൃദ്ധി, അബണ്ടൻസിലേക്ക് പോകുന്ന എനർജിയാണ്. പലർക്കും പുതിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാനും അതുപോലെ വിദേശത്ത് ജോലി കിട്ടുന്നതാവും, ഏതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുന്നതായിട്ടും സമ്പത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി വരുന്നതായിട്ടും പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ലൈഫാണിത്. മനസ്സിലായി? യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് അമിതമായ ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ്, നല്ലതുപോലെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഫുൾ കാർഡിൽ വന്നിരിക്കുന്നത്. കാരണം എന്നെ യൂണിവേഴ്സ് നോക്കിക്കോളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട. മനസ്സിലായി? അങ്ങനെയുള്ള ചിന്തയിലൂടെ മുന്നോട്ട് വരികയാണ് ഇവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. നമ്മളിവിടെ പറഞ്ഞു, ഹെറോഫിന്റെ എനർജി വന്നപ്പോഴേ പറഞ്ഞതാണ് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാൻ സാധിക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാനുള്ള ബുദ്ധി കിട്ടുന്നു, ശക്തി കിട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ അതിലൂടെ ജീവിതം സ്റ്റേബിളാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ പുതിയ തുടക്കത്തിലൂടെ മുന്നോട്ട് വരാനും സാധിക്കുന്നു. ഇവിടെ വളരെ വലിയൊരു സന്തോഷം ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ല ഒരു ഡിവൈൻ ബ്ലസ്, ഗോഡ് ബ്ലസ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ അബണ്ടൻസിലേക്ക് കടക്കാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു. ചിലപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇവിടെ ചില കാര്യങ്ങളൊക്കെ കടക്കുന്നുണ്ട്, ചിലപ്പോൾ വിവാഹത്തിലേക്ക് കടക്കാനുള്ളത്, മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികപരമായ വരുമാനം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. 9 ഓഫ് പെന്റക്കിൾസ് ആണ്, സമ്പത്തിൻ്റെതായ സഫലതയാണ്. മനസ്സിലായോ? പൂർണ്ണത ഇല്ലെങ്കിലും സഫലതയുണ്ട് ഇവിടെ. 10 വന്നില്ലെങ്കിൽ 9 വന്നിട്ടുണ്ട്, അപ്പൊ സഫലതയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതുമാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലമാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജസ്റ്റിസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നല്ല വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് നന്മ വരും എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ദൈവിക വിശ്വാസത്തിലൂടെ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഒരുപാട് ഡിവിനിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ. അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു വർഷത്തിൽ വരുത്താൻ ശ്രമിച്ച ചില മാറ്റങ്ങളാവണം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രയത്നിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് നമുക്ക് ജസ്റ്റിസ് വരുന്നത്. ഇനി അതുമല്ല, നമ്മളുടെ ഉള്ളിലെ ആ നിഷ്കളങ്കത, നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടില്ല, മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന തെറ്റുകളാണ്, അതിന് കുറച്ച് കാലം മറ്റുള്ളവർ തെറ്റുകൾ അടിച്ചേൽപ്പിക്കാൻ വരുന്നത് എപ്പോഴാണ്, നമ്മൾക്ക് കർമ്മ അനുഭവിക്കേണ്ട സമയമാണെങ്കിലാണ് നമ്മളിലേക്ക് അനാവശ്യകരമായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നത്. കാരണം നമ്മളത് അനുഭവിക്കണം.
ഇപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കളങ്കമില്ല, നിങ്ങൾ ഒന്നും തെറ്റുകൾ ചെയ്തിട്ടില്ല, കോടതി വഴി കേസുകളുണ്ട്, മറ്റുള്ളവർ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ട്, അനാവശ്യകരമായ കള്ളം പറഞ്ഞ് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകാൻ സാധിക്കും. അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്നും ഇനി അങ്ങ് സന്തോഷമാണെന്ന്. മനസ്സിലായോ? ഇനി അമിതമായ ദുഃഖം വരുമ്പോഴോ എനിക്ക് എന്നും ഇനി അങ്ങ് ദുഃഖമാണല്ലോ എന്ന് വിചാരിക്കാനും പാടില്ല. മിതത്വം പാലിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഈ ടെമ്പറൻസിന്റെ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? മിതത്വം പാലിച്ച് മുന്നോട്ട് പോവുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും കാര്യങ്ങളെ ഒരേപോലെ കാണുക. ഒന്നിലും കൂടുതലായിട്ട് അടിമപ്പെടാതിരിക്കുക. ദുഃഖത്തിലേക്ക് അടിമപ്പെടാതിരിക്കുക, സുഖത്തിലേക്ക് അങ്ങ് അടിമപ്പെടാതിരിക്കുക. എല്ലാം ജീവിതമാണ്. ഇത് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായ? ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു മാജിക്കാണ്. പല കാര്യങ്ങളും വന്നും പോയും ഒക്കെ ഇരിക്കും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സ്വീകരിക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് എന്താണ്? അത് ദൈവാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ വേണം നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് ഇവിടെ ദൈവാനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ 6 ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് പോകുന്നതാവാം. പലതരത്തിലും നിങ്ങൾക്ക് വിഷമങ്ങളെ കളഞ്ഞിട്ട് നല്ല ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. കർമ്മ റിലീസ് ആവാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ കാത്തിരിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. അതുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം 9 ഓഫ് സോഡിന്റെ എനർജി ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം കൂടുതലായിട്ട് നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞിട്ടുണ്ടാവണം. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എടുക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ആണ്. 4 ആണ് നമ്പർ. കണ്ടില്ലേ? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 4 വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ഫസ്റ്റിൽ തന്നെ എംപററുടെ എനർജി 4 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിത്തം കൂടുക. അതായത് കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് കടക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ കോംപ്രമൈസ് ചെയ്യേണ്ടത്, ഓഫീസിലാണോ വീട്ടിലാണോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടും. സ്റ്റേബിളായ ലൈഫിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇത്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ചിലപ്പോൾ ഒരുപാട് നിങ്ങളിൽ നിന്നും വഴക്കിട്ട് ചിലപ്പോൾ അകന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളില്ലാതെ ഒരു ജീവിതം അവർക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അവർ നിങ്ങളോട് ഒത്തുചേരാൻ വരുന്നുണ്ട്. നിസ്സാര കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടാവാം. ആ ഒരു ലൈഫ്, ആ ഒരു പിണക്കം ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല. കാരണം നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷമുണ്ടാവൂ, അവരുടെ ജീവിതം വർണ്ണശബളമാകൂ. മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയൂ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് ജീവിതം പങ്കിട്ട് പാർട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്ത് പരസ്പരം റെസ്പെക്ട് ചെയ്തൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണ്. കെയറിങ് ആണ് ഇവിടെ ആവശ്യം.
സപ്പോർട്ടിങ് ആൻഡ് കെയറിങ് ആണ് ഇവിടെ ആവശ്യം. മനസ്സിലായോ? അങ്ങനെയുള്ള സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ളവർ വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കാലം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ ഉണ്ടാവാം, ചിലപ്പോൾ വഴക്കിട്ട് പോയ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അതുപോലെ ചിലപ്പോൾ പാർട്ട്ണറായിരിക്കാം. ആരായാലും ശരി, നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, മനസ്സിലായി? ആ ഒരു അവസ്ഥയിലേക്ക് കൂടിച്ചേരാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മെച്യൂരിറ്റിയാണ്, ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ്. കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലവറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫ്ലവറിംഗ് ഇത് ഒരുപാട് പുഷ്പിക്കലും കാര്യങ്ങളും ഒക്കെയാണ്, സന്തോഷത്തിന്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. ഇപ്പം പഴയ ചില കാര്യങ്ങളെ ഓർത്താൽ തന്നെയും അവിടെ എന്തുകൊണ്ട് എനിക്ക് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ പണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു എനർജി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. പരിപൂർണമായ ഒരു സന്തോഷം അനുഭവിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കമ്പാരിസൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. നമ്മളുടേതായ നമുക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. അതിനെ വെച്ചിട്ട് മറ്റൊരാളിൻ്റെ സ്വഭാവവുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ആരോഗ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ധനപരമായ കാര്യങ്ങളെ നോക്കിക്കണ്ട് കമ്പയർ ചെയ്യാനും പാടില്ല. ഒരിക്കലും അത് പാടില്ല. കാരണം നമുക്ക് തന്നതിലുള്ള സൗഭാഗ്യത്തിന് ദൈവം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ കിട്ടിയിട്ടുള്ളതിന് നന്ദി പറയുക. മനസ്സിലായി? തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് മറ്റൊരാളിനെ കണ്ടിട്ട് എനിക്ക് അസൂയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായി? ഇതാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ കാര്യം മറ്റൊരാൾക്കുള്ളത് അവർക്ക് കൊടുക്കും, അല്ലെ? അവരുടെ കർമ്മയല്ല നിങ്ങളുടെ കർമ്മ. മനസ്സിലായി? നിങ്ങളുടെ കർമ്മയ്ക്കുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിട്ട് തന്നെ വരൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ അവർ ചെയ്തതിന് ഫലം അവർക്ക് ലഭിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് കമ്പയർ ചെയ്യാനുള്ളതല്ല. മനസ്സിലായി? അപ്പൊ നമുക്ക് വന്നതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുക. അപ്പോൾ തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ നമുക്കൊന്ന് എന്താണ് റീഡ് ചെയ്യാം. പെൻഡിലും റീഡിംഗ് ഒന്ന് നോക്കാവേ. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളിത് കുറച്ച് ദിവസമായില്ല റീഡ് ചെയ്തിട്ട്, ഇന്ന് നോക്കാവേ. അപ്പോൾ 1-2 പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു പെൻഡിലും റീഡിംഗ് ഒന്ന് നോക്കണമെന്ന്. അപ്പം നമുക്കിത് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജിയിൽ വരാൻ പോകുന്നത് എന്ത് കാര്യമാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിന് യെസ് എന്ന് വരുമോ, നോ എന്ന് വരുമോ, പോസിബിളി ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്ലീസ് പെൻഡുലം, എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ഓർ നോ, പോസിബിളി ഒന്ന് ക്ലാരിറ്റി തരൂ. പോസിബിളിയാണ് കൂടുതലും വന്നിരിക്കുന്നത് കേട്ടോ. കണ്ട, പോസിബിളിയിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും എന്നുള്ളതാണ് കാണുന്നത്. അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും അങ്ങ് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും പലരുടെയും സാഹചര്യം അനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരുപാട് പേർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ?
എസ് എന്ന് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് നല്ലതല്ലേ. അപ്പോൾ അതിന് മറന്നു പോകരുത്. ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.